ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്. സെൻസെക്സ് 1750 പോയിന്റും നിഫ്റ്റി 500 പോയിന്റും ഉയർന്നു. റിസർവ് ബാങ്ക് 0.25% നിരക്ക് കുറച്ചതും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായതും ഉൽപ്പാദന മേഖലയിലെ ഉണർവും ഇന്ത്യൻ വിപണിക്ക് കരുത്ത് നൽകി. മാത്രമല്ല, അധിക താരിഫ് ഏർപ്പെടുത്തുന്നത് 90 ദിവസത്തേക്ക് നിർത്തിവെക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ആഗോള വിപണിയിലും പ്രതിഫലിച്ചിരുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ് ഇന്ത്യൻ ഓഹരി വിപണികൾ. 10 മാസത്തെ ഏറ്റവും വലിയ ഇടിവിൽ നിന്നും മറികടന്ന് വലിയ കുതിപ്പാണ് സെൻസസ് കാഴ്ചവെക്കുന്നത്. തുടർച്ചയായ രണ്ടാം വ്യാപാര ദിനത്തിലും വിപണി നേട്ടമുണ്ടാക്കി. സെൻസസിലും നിഫ്റ്റിയിലും രാവിലെ മുതൽ മുന്നേറ്റം ദൃശ്യമായി. ടെലികോം, ധനകാര്യം, വ്യോമയാന കമ്പനികളുടെ ഓഹരികളാണ് നേട്ടമുണ്ടാക്കിയത്. തുടക്കത്തിൽ സെൻസസ് 1750 പോയിന്റുകളുടെ കുതിപ്പ് രേഖപ്പെടുത്തി 76,907-ലും നിഫ്റ്റി 540 പോയിന്റുകൾ ഉയർത്തി 23,308-ലും എത്തി. അടുത്ത ദിവസങ്ങളിൽ പുറത്തുവന്ന റെപ്പോ നിരക്കും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായതും ഉൽപ്പാദന മേഖലയിലെ ഉണർവുമാണ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിച്ചത്. അമേരിക്കയുടെ അധിക താരിഫ് പ്രഖ്യാപനവും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതികരണവും കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള ഓഹരി വിപണികളെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എന്നാൽ ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന അധിക താരിഫ് 90 ദിവസത്തേക്ക് മരവിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ആഗോള വിപണികളെ വീണ്ടും സജീവമാക്കി. US ഓഹരി വിപണിയിലാണ് ആദ്യ ഉണർവ് ദൃശ്യമായത്. പിന്നാലെ ജപ്പാൻ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ സൂചികകളിലും നേട്ടം ആവർത്തിച്ചു. ജപ്പാനിലെ നിക്കി 1.08% മുന്നേറിയത്. ബിസിനസ് ഡെസ്ക്, ജനം.